വെൽക്കം ടു NCERT +1 + 2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സമ്മറി പോയിന്റ്സ് ആണിത്. സൗണ്ട് വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ മെക്കാനിക്കൽ വേവ്സ് ദാറ്റ് can travel through solids, liquids or gases. The speed v of sound wave in a fluid having bulk modulus b and density rho is given by v is equal to root of b by rho. The speed of longitudinal waves in a metallic bar is given by v is equal to root of y by rho. Y is the Young's modulus. For gases, since b is equal to gamma p, the speed of sound is given by root of gamma p by rho. ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 15.5. Here we are dealing with the principle of superposition of wave. The principle of superposition of waves. ഇപ്പൊ വേവ്സ് സൂപ്പർപോസ് ചെയ്യുന്നത് എന്താ സംഭവിക്കുക? അത് വേവ് എങ്ങനെയാണ് അഡീഷൻ സബ്ട്രാക്ഷൻ ബേസിക്കലി അതാണ്. അതെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരേ മീഡിയത്തിൽ തന്നെ ഒന്നിലധികം വേവ്സ് ഉണ്ടെങ്കിൽ ആ മീഡിയത്തിന്റെ ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും, അതാണ് ബേസിക്കലി നമ്മൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണുന്ന പോലെ ഇഫ് യു ഹാവ് ടു പൾസസ്, രണ്ട് വേവ് പൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്ന് ഇതും ഒന്ന് ഇതും. ഈ രണ്ട് ടു വേവ് പൾസസ് അതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരികയാണ്. അത് ഒരെണ്ണം ഇപ്പം എന്താണ്, ഒരെണ്ണം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, മറ്റേത് ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരുമ്പോഴത്തേക്കും അവർ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ബിക്കോസ് നമുക്കിപ്പോ ഈ വേവ് പാറ്റേൺ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതിങ്ങനെ. അപ്പൊ അവർ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ മീറ്റിംഗ് പോയിന്റിൽ എന്ത് സംഭവിക്കും ഈ വേവ് പൾസസിന് എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ഇവിടെ അഡ്രസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം. അപ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ബേസിക്കലി അത് ക്രോസ് ചെയ്തതിന് ശേഷം അത് വീണ്ടും അതിന്റെ അതേ ഷേപ്പ് റീറ്റെയിൻ ചെയ്യും. സോ ഈ പോയിന്റ്, ഈ സി എന്ന് പറഞ്ഞ ഗ്രാഫിലാണ് അവർ ക്രോസ് ചെയ്യുന്ന കാര്യം കാണിച്ചിരിക്കുന്നത്. അതിന് ശേഷം വന്ന ഗ്രാഫ് നോക്കിക്കേ, ലാസ്റ്റ് ഗ്രാഫ് നോക്കിക്കേ. കാര്യം ഈ വേവ് ഈ പൾസ് ഇങ്ങോട്ടും ഈ വേവ് പൾസ് അങ്ങോട്ടും ട്രാവൽ ചെയ്യായിരുന്നു. ഫൈനലി അത് കണ്ടോ, അത് ഈ പർട്ടിക്കുലർ വേവ് പൾസ് വീണ്ടും അതേപോലെ തന്നെയായി. ഈ ഒരു പർട്ടിക്കുലർ വേവ് പൾസ് അതിന്റെ ഷേപ്പ് വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു, അതേപോലെ തന്നെ അതായി. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ സി എന്ന് പറയുന്ന ഈ ഗ്രാഫിലാണ് അതിന്റെ ഓവർലാപ്പിംഗ് വരുന്നത്. ഈ ഗ്രാഫിലാണ് ഈ രണ്ട് വേവ് പൾസ് ഓവർലാപ്പ് ചെയ്യുന്ന പോയിന്റ് കാണിച്ചിരിക്കുന്ന ഈ ഗ്രാഫിൽ വേവ് പൾസസ് ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന കാണിച്ചിരിക്കുന്നത് ഈ ഓപ്ഷൻ സി ഗ്രാഫിലാണ്. ഓക്കെ, അപ്പം ആ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബാക്കിയുള്ളത് പോലെ അല്ല, ആ വേവ് പൾസസ് നല്ല ഡിഫറെന്റ് ആണ് അല്ലെ. അവിടെ ബേസിക്കലി നിങ്ങളൊന്നും കാണുന്നില്ല അല്ലെ. അപ്പം അതാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അത് നോക്കുക. ഇപ്പൊ നോക്കിക്ക്, ഈ വേവ് പൾസ് അത് ഇത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു, ഈ ഒരു വേവ് പൾസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നു അറ്റ് 0 സെക്കൻഡ് ഇനീഷ്യലി. ആഫ്റ്റർ 1 സെക്കൻഡ് അതിങ്ങനെ അപ്രോച്ച് ചെയ്യുവാണ്, ഇത് ഇവിടം വരെ എത്തി, ഇത് ഇവിടം വരെ എത്തി. ഇപ്പൊ ഇത് മീറ്റ് ചെയ്യുവാണ്. അറ്റ് 2 സെക്കൻഡ്സ് എക്സാക്ട്ലി എന്ത് പറ്റുന്നു, ഈ വേവും എക്സാക്ട്ലി, കാര്യം അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഷേപ്പ് ആണ്. ഒരെണ്ണം ഇങ്ങനെയും അത്രയും തന്നെ ഈക്വൽ ആയിട്ട് ഡൗൺവേർഡ് ഷേപ്പിലാണ് ഈ അടുത്ത വേവ് ഇരിക്കുന്നത്. സോ ബേസിക്കലി അത് ക്യാൻസൽ ആയിട്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഉണ്ടാവാതിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും ആഫ്റ്റർ t = 3 സെക്കൻഡ്, അതിന് ആ ഓവർലാപ്പിംഗ് ക്രോസ് പോയിന്റ് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ എന്ത് പറ്റും, വീണ്ടും അത് പഴയപടി അതിന്റെ ഷേപ്പിലേക്ക് എത്താണ്. 4 സെക്കൻഡിൽ എത്തുമ്പോൾ അത് വി ക്യാൻ ഐഡന്റിഫൈ ദ വേവ്സ്. ആ വേവ് പൾസസിനെ നമുക്ക് ഈ 4 സെക്കൻഡിൽ വീണ്ടും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള രണ്ട് പൾസസിന്റെ ഓവർലാപ്പിംഗും അതിന് ശേഷവും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഓവർലാപ്പിംഗിന്റെ സമയത്ത് അത് ആഡപ്പ് ചെയ്തിട്ട് അവിടെ 0 ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കും. ഈ ഭാഗത്ത് വി ഹാവ് എ 0 ഡിസ്പ്ലേസ്മെന്റ്. അതിന് ശേഷം അത് അതിന്റെ ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം പൾസസ് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ഈ പൾസസ് ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് ആ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്, അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈച്ച് പൾസിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ സം ആണ്. ഓക്കെ, സോ വെൻ ദ പൾസസ്
ഓവർലാപ്പ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ഫിഗറിന്റെ അകത്ത് മനസ്സിലാവും. ഫ്രം ദ തേർഡ് ഫിഗർ നമുക്ക് മനസ്സിലാവും. ദ പൾസസ് ഓവർലാപ്പ് ദ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്. അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് is the algebraic sum of displacement due to each pulse. ഓരോ പൾസും കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ സമ്മേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ഈച്ച് പൾസ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്ത പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മളുടെ ദിസ് ഈസ് ബേസിക്കലി ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്. അപ്പോ സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓരോ പൾസും മൂവ് ചെയ്യുന്നത് മറ്റേ പൾസ് ഇല്ലാത്ത രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ആ മീഡിയത്തിന്റെ കൺസ്റ്റിറ്റ്വൻസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന് ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റും അവർ അനുഭവിക്കും. ഇപ്പൊ ഈ രണ്ട് വേവ്സ് ആണല്ലോ, നമ്മൾ രണ്ട് വേവ് പൾസ് എടുത്തപ്പം രണ്ട് വേവ് പൾസ് എടുത്തത്. അപ്പൊ ആ മീഡിയത്തിലെ ഓരോ കൺസ്റ്റിറ്റ്വന്റും ഈ രണ്ട് വേവ് പൾസ് കാരണം ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റും അവർ അനുഭവിക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വേവ് പൾസും നമ്മൾ ഏത് വേവ്സ് എടുത്താലും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇത് പോസിറ്റീവോ നെഗറ്റീവോ ആവും. അതുകൊണ്ട് തന്നെ ആ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ആ മീഡിയ അനുഭവിക്കുന്ന നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ സമ്മേഷൻ ആയിരിക്കും. ഓക്കെ, നമ്മൾ അത് തന്നെയാണ് ഇവിടെ ഈ പടത്തിലൂടെ കണ്ടത്. പല ടൈമിലുള്ള ഗ്രാഫിന്റെ വേവ് ഷേപ്സ് നമ്മൾ കണ്ടു. ആൻഡ് എസ്പെഷ്യലി ഈ സി ഫിഗറിൽ നമ്മൾ കണ്ടു ഈ എന്താ സംഭവിച്ചത്, ഇവിടെ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആയി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പൾസസും കാരണമുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യുകയും അവിടെ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആവുകയും ചെയ്തു. ഓക്കെ, സോ ബേസിക്കലി ഇതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ അത് നോക്കാം എന്ന് ചിന്തിക്കാം. അപ്പോഴത്തേക്കും ഒരു മീഡിയത്തിലുള്ള രണ്ട് വേവ് ഡിസ്റ്റർബൻസ് നമ്മളിപ്പോൾ തൽക്കാലം എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു മീഡിയത്തിലുള്ള രണ്ട് വേവ് ഡിസ്റ്റർബൻസസ് നമ്മൾ ഒരു മീഡിയത്തിലുള്ള രണ്ട് വേവ് ഡിസ്റ്റർബൻസസ് ആണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു വേവ് ഡിസ്റ്റർബൻസിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വേവ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് y1 of xt ആയിട്ടും നമ്മൾ വേറൊന്ന് കൺസിഡർ ചെയ്യുന്നു, അത് y2 of xt. ഇത് രണ്ടുമാണ് ഈ രണ്ട് വേവ് ഡിസ്റ്റർബൻസ് കാരണം ഒരു മീഡിയത്തിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിചാരിക്കുക. ഒരു മീഡിയത്തിൽ ഉണ്ടാവുന്ന രണ്ട് ഡിസ്പ്ലേസ്മെന്റ്, രണ്ട് വേവ് ഡിസ്റ്റർബൻസ് കാരണം. ഓക്കെ, അപ്പം ഈ വേവ്സ് എന്ന് പറയുന്നത് ഈ റീജിയനിലേക്ക് ഒരുപോലെ വരികയാണെന്ന് വിചാരിക്കാം. ഒരേ സമയത്ത് ഈ രണ്ട് ഡിസ്റ്റർബൻസ്, ഈ രണ്ട് വേവ്സും ഒരേ സമയത്ത് ഒരേ റീജിയനിലേക്ക് ഒരേ സമയത്ത് വരികയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഓവർലാപ്പ് ചെയ്യും. അപ്പം ഇത് കാരണം ഉണ്ടാവുന്ന നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? നെറ്റ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ഗിവൺ ബൈ y of xt എന്നുള്ളതാണ് ഇതിന്റെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ ആ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെ ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ ഉള്ളത്. ഓക്കെ, രണ്ട് വേവ് തമ്മിലുള്ള രണ്ട് ഡിസ്റ്റർബൻസ്, അതിന്റെ രണ്ടിന്റെ സമ്മേഷൻ ആയിരിക്കും. ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റിന്റെയും കൂടി സമ്മേഷൻ ആയിരിക്കും നമ്മുടെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദാറ്റ് കേസ്. ഇനി നമുക്ക് രണ്ടല്ല അതിൽ കൂടുതൽ വേവ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മീഡിയത്തില് രണ്ടിലധികം വേവ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. റിസൾട്ടിങ് വേവ് ഫോം എന്ന് പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ വേവ്സിന്റെയും വേവ് ഫംഗ്ഷന്റെ സമ്മേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു വേവ് ഫംഗ്ഷൻ, അത് ഈ വേവ്സിന്റെ ഈ മൂവിങ് വേവ്സിന്റെ വേവ് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. ദാറ്റ് ഈസ് ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഉള്ള ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഈ ഡിസ്പ്ലേസ്മെന്റിനെ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യാം. ഇത് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റിനെ കാണിക്കാൻ വേണ്ടി എഫിന്റെ താഴെ ഒരു സബ്സ്ക്രിപ്റ്റ് ഇടുന്നു, ഇൻറ്റു x - vt നമുക്കിടാം.
കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ ഫോമിൽ അറിഞ്ഞാൽ മതി. ദിസ് ഇസ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ദിസ് ഇസ് ദ, ഇതാണ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, നമ്മളത് ഒരു ഫംഗ്ഷൻ ആയിട്ട് ആ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. നമ്മളിപ്പോ ഈ y1 y2 എന്ന് എഴുതിയില്ലേ, അപ്പം ആ y1 y2 എന്ന് പറയുന്നത് നമ്മൾ അതൊരു വേവ് ഫംഗ്ഷൻ ആയിട്ട് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യാണ്. നമുക്കറിയാലോ വേവ് എന്ന് പറയുന്നത് മൂവ് ചെയ്യുവാണ്. സോ സമയത്തിനനുസരിച്ച് വേവ്സിൽ എന്ത് പറ്റും, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയാണ്. അപ്പൊ അതിന് ജസ്റ്റ് എന്താണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ഈ റെപ്രസെന്റേഷനിലേക്ക് കൂടുതൽ പോകേണ്ട, ഇതൊരു ജനറൽ വേവ് ഫംഗ്ഷന്റെ റെപ്രസെന്റേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റിന്റെ കേട്ടോ. സം ഫംഗ്ഷൻ ഓഫ് എക്സ് മൈനസ് വി ടി. നമുക്കറിയാം വി ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ വിത്ത് ടൈം ഈ എക്സ് എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്നും നമ്മളുടെ വേവ് മാറുന്നുണ്ട്. അപ്പൊ അതിനെ കാണിക്കാൻ വേണ്ടി ജനറൽ ആയിട്ടുള്ള ഒരു ജനറൽ വേവ് ഫംഗ്ഷൻ ആണിത്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് വേവ്സ് ഉണ്ട്. അങ്ങനത്തെ ഓരോ വേവ്സിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ വേവ് ഫംഗ്ഷൻ പറയും. ഇത് ഫസ്റ്റ് വേവിന്റെ, ഈ സെക്കൻഡ് വേവിന്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് വിത്ത് സബ്സ്ക്രിപ്റ്റ് F2 മൈനസ് വി ടി എന്ന് എഴുതാം. ഇങ്ങനെ ഇഫ് n waves are there, നമുക്ക് എന്നത്തെ വേവ് ഫംഗ്ഷനെ f സബ്സ്ക്രിപ്റ്റ് n x മൈനസ് വി ടി എന്ന് എഴുതാൻ സാധിക്കും. അപ്പം ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു മീഡിയത്തിൽ ഉണ്ടാവുന്ന ആ ഡിസ്റ്റർബൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ വേവ് ഫംഗ്ഷനെ നമുക്ക് വേണമെങ്കിൽ y എന്ന് എഴുതാം. ദാറ്റ് ഇസ് ജസ്റ്റ് ദ സമ്മേഷൻ ഓഫ് ഓൾ ഡിസ്റ്റൻസ്. സോ വേവ് ഫംഗ്ഷൻ describing the disturbance in the medium എന്ന് പറയുന്നത് is y, which is the summation of this y1 y2 up to yn. So നമ്മളുടെ y1 എന്ന് പറയുന്നത് എന്താണ്, f1 x minus vt, y2 എന്ന് പറയുന്ന f2 x minus vt up to ഇങ്ങനെ പോയി എന്നത്തെ വേവ് ഫംഗ്ഷനെ റെപ്രസെന്റ് fn x മൈനസ് വി ടി. ഈ സമ്മേഷനെ നമുക്ക് ഇപ്പൊ ആ മീഡിയത്തിലെ ആ ഡിസ്റ്റർബൻസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു സമ്മേഷൻ ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യാം. വി കുഡ് യൂസ് ദി സബ്സ്ക്രിപ്റ്റ് സമ്മേഷൻ ആൻഡ് യൂസ് ദി സബ്സ്ക്രിപ്റ്റ് i is equal to 1 to n f സബ്സ്ക്രിപ്റ്റ് i into x മൈനസ് വി ടി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐക്ക് ആദ്യം 1 കൊടുക്കുക, f1 x into x minus vt, f1 of x minus vt. സമ്മേഷൻ ആയതുകൊണ്ട് ദാറ്റ് മീൻസ് പ്ലസ്, എന്നിട്ട് ഐയുടെ വാല്യൂ ഐട്രേറ്റ് ചെയ്യുന്നു, അത് ഇൻക്രിമെന്റ് ചെയ്യുന്നു, 2 ആവുന്നു. അപ്പം ഇവിടെ സബ്സ്ക്രിപ്റ്റ് 2, അതായത് ബേസിക്കലി നമുക്ക് ഇതിന്റെ ഈ എക്സ്പ്രഷൻ, ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷന്റെ ഒരു ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻ ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഡിസ്റ്റർബൻസ് വേവ് ഫംഗ്ഷൻ, വിച്ച് ഇസ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ ഡിസ്റ്റർബൻസ് ഇൻ ദ മീഡിയം. ഓക്കെ, അപ്പം എന്താണ്, സോ ബേസിക്കലി നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനെ നമുക്ക് ഇവിടെ ഒന്നുകൂടെയും കൂടി ഇതിനെ ഇനി ഡിസ്ക്രൈബ് ചെയ്യാം. ഹാവിങ് സെഡ് ഓൾ ദീസ് തിങ്സ് നമുക്ക് പറയാം. എന്താ സംഭവിക്കുക, ഒരു മീഡിയത്തിൽ ഒന്നോ അതിലധികമോ വേവ്സ് ഉണ്ടെങ്കിൽ ആ മീഡിയത്തിലെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈ ഓരോ വേവ്സ് കാരണം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിന്റെ ആൾജിബ്രൈക് സം ആണ്. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്. ഓക്കെ, സോ അതിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. when two or more waves traverse simultaneously, ഒരേപോലെ വരികയാണെങ്കിൽ, okay, simultaneously in the same medium, the displacement of any element of the medium, ഏതെങ്കിലും ഒരു എലമെന്റിന്റെ, ആ മീഡിയത്തിലെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് which is the algebraic sum of the displacement due to each wave. ഓരോ വേവിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ സമ്മേഷൻ ആയിരിക്കും algebraic sum of the displacement due to each wave. Displacement due to each
വേവ്. ഓക്കെ, ആ മീഡിയത്തിലെ ആ എലമെന്റിന് ബാക്കി എല്ലാ വേവ്സ് കാരണം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് summation ആയിരിക്കും. So this is the principle of superposition of wave and that is represented by y is equal to summation of I is equal to 1 to n fi x minus vt. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഈ വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് കൂടുതലായിട്ടൊന്നും ഇപ്പൊ അറിയാനോ പഠിക്കാനോ ഇല്ല. ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, പിന്നെ കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പം ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ആണ് നമുക്ക് ഇന്റർഫറൻസിന്റെ ഒക്കെ ബേസിക് നോളജ് നമുക്ക് തരുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ഈ അഡീഷനും ക്യാൻസലേഷനും ഓഫ് വേവ് സ്റ്റേക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഓക്കെ, അതെന്ന് പറയുന്നത് ബേസിക്കലി സൂപ്പർ പൊസിഷൻ, വേവ്സിന് സൂപ്പർ പൊസിഷൻ കാരണമാണ് ചില വേവ്സിന് അഡീഷനും ചില സ്ഥലത്ത് വേവ്സിന് ക്യാൻസലേഷനും നടക്കുന്നത്. അപ്പം അതിന്റെ ഐഡിയ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ വെച്ചിട്ടാണ് വരുന്നത്. ചില സമയത്ത് എങ്ങനെയാണ് വേവ്സ് ആഡ് ചെയ്യുന്നത്, ചില സ്ഥലത്ത് അത് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ യു കൺസിഡർ 2 ഹാർമോണിക് ട്രാവലിംഗ് വേവ്സ്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗിൽ 2 ഹാർമോണിക് ട്രാവലിംഗ് വേവ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, വി ആർ കൺസിഡറിങ് ബേസിക്കലി 2 വേവ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അതിന് 2 വേവ്സിനും ഒരേ ഒമേഗയാണ്, ആംഗിൾ ഓഫ് ഫ്രീക്വൻസി സെയിം ആണ്, ഒരേ വേവ് നമ്പറും ആണ്. അപ്പൊ നമുക്കറിയാം ഒമേഗ ബൈ കെ എന്ന് പറയുന്നത് എന്താണ്, സ്പീഡാണ്. സോ ബേസിക്കലി അതിന് ഒരേ സ്പീഡ് ആയിരിക്കും. ആൻഡ് യു നോ വൺ മോർ തിങ്, ഒമേഗ ബൈ കെ ഈസ് ഓൾസോ ലാംഡ ബൈ ടി. സോ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതിന്റെ വേവ് ലെങ്തും സെയിം ആണ് അങ്ങനെയാണെങ്കിൽ. ഓക്കെ, സോ ഒമേഗയും കെയും സെയിം ആണെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി സെയിം ആണ്, അതിന്റെ വേവ് ലെങ്തും സെയിം ആണ്. സോ അങ്ങനത്തെ 2 ഹാർമോണിക് ട്രാവലിംഗ് വേവ്സ്, സ്ട്രെച്ച്ഡ് സ്ട്രിംഗിലെ 2 ഹാർമോണിക്, ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗിൽ ഉണ്ടാവുന്ന 2 ഹാർമോണിക് ട്രാവലിംഗ് വേവ്സിനെ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ അസ്യൂം ചെയ്യാം. നമ്മൾ ഒമേഗയും കെയും സെയിം ആയതുകൊണ്ട് ഈ 2 ക്വാണ്ടിറ്റിയും കൂടെ അതിന് 2നും സെയിം ആയി വന്നു. ആൻഡ് നമുക്കൊരു കാര്യം കൂടി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡും സെയിം ആയിട്ട് നമ്മൾ എടുക്കും. Those both 2 waves are having the same amplitude. ആംപ്ലിറ്റ്യൂഡും സെയിം ആണെന്ന് വിചാരിക്കുക ഈ 2 വേവ്സിനും. ആൻഡ് അത് രണ്ടും പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമെന്ന് വിചാരിക്കുക. ആൻഡ് അവർ തമ്മിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ഇനീഷ്യൽ ഫേസിൽ മാത്രമേ ഉള്ളൂ. ഡിഫർ ഓൺലി ഇൻ ദ ഇനീഷ്യൽ ഫേസ്. ആ ഇനീഷ്യൽ ഫേസിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താണ്, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വേവിന്റെ ഇക്വേഷൻ ബൈസിക്കിൾ ടി എസ് എൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് വൈ എന്നുള്ളതാണല്ലോ. അപ്പം ഈ ഇക്വേഷൻ ആണല്ലോ ജനറലി വരിക. അപ്പൊ നമുക്ക് 2 വേവ്സിനെയാണല്ലോ എടുത്തത്. അപ്പൊ ഈ 2 വേവ്സിനെ നമുക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം. സോ ഫസ്റ്റ് വേവിനെ ഞാൻ y1 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ലെറ്റ് അതിന്റെ ഫേസ്, ഇത് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് വേവിനെ സംബന്ധിച്ച് നമ്മൾ ഈ 0 ആക്കാം. സെക്കൻഡ് വേവിന് ഒരു പർട്ടിക്കുലർ ഫേസ് ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അത് നമ്മൾ 5 എന്ന് എഴുതാം. സോ ഫസ്റ്റ് വേവിന്റെ y1 ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു ഞാൻ ഇങ്ങനെ എഴുതാണ്, a sin kx മൈനസ് ഒമേഗ ടി. ആൻഡ് ഞാൻ ഈ സെക്കൻഡ് വേവിനെ y2 ഓഫ് എക്സ് ടി എന്ന് എടുക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് അതിന് സെയിം ആംപ്ലിറ്റ്യൂഡ് ആണ്, സെയിം വേവ് നമ്പർ, സെയിം ആംഗിൾ ഓഫ് ഫ്രീക്വൻസി, ഡിഫർ ഓൺലി ഇൻ ഫേസ്. സോ ആ പ്ലസ് 5 കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരും കൂടി ആഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഈ വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ച് y1 ഉം y2 ഉം കൂടി ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഞാൻ നെറ്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഫോമിൽ എഴുതാം. സോ അവര് ആഡപ്പ് ചെയ്യുമ്പോൾ അത് അവരുടെ എന്താ പറയുക, അവർ ഓവർലാപ്പ് ചെയ്യുമ്പോൾ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് let that be given by y which is equal to y1 of xt plus y2 of xt. എനിക്ക് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. സോ ഇതെന്ന് പറയുന്നത് a sin kx മൈനസ് ഒമേഗ ടി ആയിരുന്നു. y2 എന്ന് പറയുന്നത് a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ there is this formula. ഇത് നിങ്ങൾ ഇതൊരു നിങ്ങൾക്ക് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ടാവില്ല, സെക്കൻഡ് ഇയറിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ മാത്സിൽ പഠിക്കുക. ദാറ്റ് ഇസ് സൈൻ എ പ്ലസ് സൈൻ ബി. ഇങ്ങനെ ഒരു ട്രിഗ്നോമെട്രിക്
ഐഡന്റിറ്റി ഉണ്ട്. ദാറ്റ് ഇസ് സൈൻ എ പ്ലസ് സൈൻ ബി ആണെങ്കിൽ അതിന്റെ റിസൾട്ട് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് പറഞ്ഞിട്ടൊരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഇനി ഇത് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഈ വൈയിൽ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റിയാണ്. ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവില്ല. അപ്പം ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ വൈയുടെ അകത്ത് നിന്ന് കോമൺ ആയിട്ട് എ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാവല്ലോ, സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് എഴുതാം. സോ ഇതെന്ന് പറഞ്ഞാൽ സൈൻ എ പ്ലസ് സൈൻ ബി ഫോമുലയാണ്. ഇവിടുത്തെ ഈ കെ എക്സ് മൈനസ് ഒമേഗ ടി എയും കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എനിക്ക് ബിയും ആയിട്ട് ചിത്രീകരിച്ചിട്ട് എനിക്ക് ഈ ഫോമുല, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഈ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊടുക്കാം. ദാറ്റ് മീൻസ് y is equal to a into 2 sin a plus b by 2. അപ്പൊ a എന്ന് പറയുന്നത് നമ്മുടെ kx minus omega t plus kx minus omega t plus 5 by 2 then cos kx minus omega t minus kx minus of minus plus വരും plus omega t plus 5 by 2. Okay, so this will be y is equal to a into 2 sin then വരും ഇത് നോക്കുക yeah, so this will be kx minus omega kx plus kx എന്ന് പറയുന്നത് kx plus kx എന്ന് 2kx ആണ് and minus omega t minus omega t minus 2 omega t plus 5 divided by 2 cos ഈ kx ഉം ഈ kx ഉം cancel ഈ omega t cancel ആയി cos 5 by 2. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ വന്നു. ഇനി ഞാൻ ഇത് ഞങ്ങൾക്ക് ഈ ഒരു 2 cos 5 by 2 ഞാൻ മൊത്തത്തിൽ ഞാൻ ഒരുമിച്ച് പുറത്തേക്ക് എഴുതാന്ന് വിചാരിക്കും. then ഇതിൽ y of x t is equal to 2 cos i ഉണ്ട് 2a cos 5 by 2 sin എനിക്കിപ്പോ ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് 2kx minus 2 omega t minus 5 divide by 2 എന്നാണ് ഇപ്പൊ കിടന്നത്. ഈ ഓരോന്നിനെ ഞാൻ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുവാന്ന് വിചാരിക്കാം. എന്നാൽ എനിക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് ഇതിനെ ഇങ്ങനെ എഴുതാൻ സാധിക്കും. സോ ഇറ്റ് വിൽ റെപ്രസെന്റ് സംതിങ്. യു വിൽ സീ. സോ 2a cos 5 by 2 sin ഈ 2kx by 2 means kx and 2 omega t by 2 means omega t minus 5 by 2. Okay. Sorry. Yeah, that is plus. Okay. Here it is plus. Yeah. So this is plus. So plus 5 by 2. ഇതെനിക്ക് ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ഫോമുല പോലെയല്ലേ കിടക്കുന്നത്. നമ്മുടെ ജനറൽ ഫോമുല എന്താ, ഒരു ജനറൽ ഹാർമോണിക് ട്രാവലിംഗ് വേവ് which is traveling in the positive direction is represented by a sin kx minus omega t plus 5. ഇത് നോക്കിക്കേ, ഇതിന്റെ ഈ ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, സൈൻ kx minus omega t plus 5, ഇവിടെ kx minus omega t plus 5 by 2 ഉണ്ടെന്നേ ഉള്ളൂ, ആംഗിളിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആൻഡ് ഇവിടെ 2a cos 5 by 2ക്ക് പകരം ജനറൽ ഫോമുലയിലാണെങ്കിൽ a ഉണ്ട്. സോ നമ്മൾ ഈ ജനറൽ ഫോമുലയും നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ ഫോമുലയും കൂടി തമ്മിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ദിസ് ഓൾസോ റെപ്രസെന്റ്സ് എ ഹാർമോണിക് ട്രാവലിംഗ് വേവ് വിച്ച് ഈസ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് x direction. So this is a harmonic traveling wave in the positive x direction. Positive x direction ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അതിന്റെ ഫ്രീക്വൻസിയും ഒന്ന് തന്നെയാണ്, വേവ് ലെങ്തും ഒന്ന് തന്നെയാണ്. ബിക്കോസ് സി നമ്മൾ രണ്ട് വേവ് ആണ് ഇവിടെ എടുത്തിരുന്നത്, y1 എന്നും y2 എന്നും പറഞ്ഞ് രണ്ട് വേവ് നമ്മൾ എടുത്തു.
നമ്മൾ ആ രണ്ട് വേവും ഒരേ രണ്ടിന്റെയും ഒമേഗയും കെയും സെയിം ആണെന്ന് പറഞ്ഞു. നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് അത് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റിലും എന്താണ് ദാറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് ദ സെയിം വേവ് നമ്പർ ആൻഡ് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി. അത് മനസ്സിലായി. പക്ഷേ അവരുടെ ഇനീഷ്യൽ ഫേസ് ആംഗിളിന് വ്യത്യാസമുണ്ട്. 5/2 ആയി ഇവിടെ. ഓക്കെ. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു ആ രണ്ട് വേവ്സിന്റെയും ഫേസ് ഡിഫറൻസിന്റെ ഒരു ഫംഗ്ഷനായി മാറിയിരിക്കുകയാണ് ആംപ്ലിറ്റ്യൂഡ്. യു സി നമ്മളുടെ ഈ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എന്തായി 2a cos 5/2 ആയി. ഓക്കെ. സോ ഞാൻ ആ ആംപ്ലിറ്റ്യൂഡിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ബിക്കോസ് ഇവിടെ ഈ രണ്ട് വേവ്സിന്റെ ഫേസ് ഡിഫറൻസ്, ഓക്കെ, ആ ഫേസ് ഡിഫറൻസിന്റെ ഒരു കോസ് ഫംഗ്ഷൻ ആയിട്ട് കോസ് ഓഫ് 5/2 എന്നാണ് എടുക്കുന്നത്. സോ അതൊരു ഫംഗ്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഫേസ് ഡിഫറൻസ് രീതിയിൽ വന്നു. സോ ആംപ്ലിറ്റ്യൂഡിനെ എനിക്ക് a of 5 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ a of 5 is given by 2a cos 5/2 ഈ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ. സോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പം 5 0 ആവാന്ന് വിചാരിക്കുക. ഈ ഇക്വേഷൻ്റെ അകത്ത് 5 0 ആണെന്ന് വിചാരിക്കുക. ജനറലി നമ്മളുടെ ഈ 5 0 ആകുമ്പോൾ നമ്മളുടെ നമുക്കറിയാം കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ വിച്ച് ഇംപ്ലൈസ് നമ്മളുടെ y of x എന്താവും ആ കേസിൽ? നമുക്ക് 2a cos 5/2 പകരം cos 0 ഇപ്പൊ 5 0 ആണെങ്കിൽ cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ cos 5/2 is 1. Then we have sin kx minus omega t plus 5/2 means 5 എന്ന് പറഞ്ഞാൽ 0/2 അല്ലേ. സോ 0. So you have kx minus omega t എന്ന് പറഞ്ഞിട്ട് വരും. ഇതായിരിക്കും നിങ്ങളുടെ 5 0 ആയാൽ ഇതായിരിക്കും കിട്ടുക. ദാറ്റ് മീൻസ് 5 0 ആകുക എന്ന് പറയുന്നത് ആ രണ്ട് ഫേസുകൾ തമ്മിൽ ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ്. ഓക്കെ. 5 0 ആവുക എന്ന് പറയുന്നത് 5 = 0 മീൻസ് ആ ഇന്റർഫിയർ ചെയ്യുന്ന വേവ്സ് എന്ന് പറയുന്നത് ഇൻ ഫേസ് ആണ്. ഒരേ ഫേസിലാണെങ്കിൽ യു ഹാവ് ദിസ് ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെന്റ്. y of x is equal to 2a sin kx minus omega t. അപ്പൊ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഹിയർ ഈ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ 2a ആണ്. അപ്പം എയുടെ 2a എന്ന് പറഞ്ഞ ആ ഒരു മാക്സിമം വാല്യൂ ആണ്, ആംപ്ലിറ്റ്യൂഡിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന കൺസ്ട്രക്റ്റീവ് ഇന്റർഫിയറൻസ് എന്നാണ്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നാണ് ഈ കണ്ടീഷനെ. നേരെ മറിച്ച് 5 π ആണെന്ന് വിചാരിക്കാം. 5 is π. അങ്ങനെ ആ കേസിൽ എന്ത് സംഭവിക്കും? ഈ 5 is π, then അതായത് π എന്ന് പറയുന്നത് ഒരു വേവ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മറ്റേ വേവ് ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് വേവ്സ് ആർ ഔട്ട് ഓഫ് ഫേസ്. വേവ്സ് ആർ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫേസ്. ഔട്ട് ഓഫ് ഫേസ് ആയിട്ടുള്ള രണ്ട് വേവ്സ് ആണ്. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫേസ് ആകുന്നവർ അവരൊന്ന് ചേരുമ്പോൾ എന്ത് സംഭവിക്കും? ആ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ത് പറ്റും? വാട്ട് ഹാപ്പൻസ് ടു y of xt? ദാറ്റ് വിൽ ബിക്കം 0. അതിന് 0 ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും വരിക എല്ലാ സമയത്തും. അതിന്റെ കാര്യം എന്താ? യു സി നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? y is equal to 2a cos π. cos പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ. 2a cos π. പിന്നെ സൈൻ ഇങ്ങോട്ട് kx minus omega t plus 5/2 വരും. പക്ഷെ cos പൈയുടെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആകുന്നു. അപ്പം ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് വിളിക്കും. ഇൻ ദിസ് കേസ് ഇത് നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് 0 ആവുകയാണെങ്കിൽ നമ്മൾ വിളിക്കും ദാറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ. അപ്പം ഈ ഒരു കാര്യം ദാറ്റ് മീൻസ് നമ്മുടെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണെങ്കിൽ എന്താണ്? കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇപ്പം 2a sin kx minus omega t ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ നെറ്റ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ അതിനെയാണ് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് അതിനെയാണ് പറയുക. അതുണ്ടാവണമെങ്കിൽ ഈ വേവ്സ് എന്ന് പറയുന്നത് ഇൻ ഫേസ് ആയിരിക്കണം. സോ 5 എന്ന് പറഞ്ഞാൽ either 0 അല്ലെങ്കിൽ 5 എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ.
phi 0 ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π ആയാലും മതി. Okay, so in this case you are having constructive interference. Okay, and ഈ ഒരു കേസിൽ y is equal to y of x is equal to 0. ഈ ഒരു കേസിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ്, ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോൾ നമ്മൾ ആ കേസിനെ വിളിക്കുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഈ കേസിൽ പൈ എന്ന് പറയുന്നത് പൈ ആയിരിക്കും, വേവ്സ് ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഓക്കെ, അത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് രണ്ട് വേവ്സ് അവരുടെ ഇന്റർഫറൻസിൽ എന്ത് വെച്ച് ആംപ്ലിറ്റ്യൂഡ് ആഡപ്പ് ചെയ്തു, ആംപ്ലിറ്റ്യൂഡ് ആഡപ്പ് ചെയ്തിട്ടാണ് റിസൾട്ടന്റ് വേവ് വരുന്നെങ്കിൽ ദാറ്റ് ഇസ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ഇന്റർഫിയർ ചെയ്യുന്ന വേവ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് ആഡപ്പ് ചെയ്യും, ഒരുമിച്ച് ആഡപ്പ് ചെയ്യും. നേരെ മറിച്ച് ഈ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്സ് സബ്ട്രാക്ട് ഔട്ട് ചെയ്യുക, അവര് ക്യാൻസൽ ചെയ്യും. ആംപ്ലിറ്റ്യൂഡ്സ് സബ്ട്രാക്ട് ഔട്ട്. ആ കേസിൽ വരുമ്പോഴാണ് നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പം റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് 0 ആവും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പടത്തിൽ കാണിച്ചിട്ടുണ്ട്. 15.17 ഈ പടത്തിന്റെ അകത്ത് ഇത് രണ്ടും കാണിച്ചിട്ടുണ്ട്. സോ ഹിയർ യു ഹാവ് ഈയുടെ ഒരു രണ്ട് വേവ്സ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നീല കളറിലെ ഫസ്റ്റ് വേവ്, ഈ പടം നോക്കി ഒരു നീല കളറിലുള്ള വേവ് ഉണ്ട്. പിന്നെ ഒരു ബ്രേക്ക് ചെയ്തിട്ടുള്ള ഡോട്ട്, കറുത്ത ഒരു ബ്രേക്ക് ആയിട്ടുള്ള ലൈനിൽ വേറൊരു വേവും കാണിച്ചിട്ടുണ്ട്. അതായത് രണ്ട് വേവ് ആണ്. അപ്പൊ ആ രണ്ട് വേവ് ഇൻ ഫേസിലുള്ള ഇന്റർഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അവർക്ക് രണ്ടും തമ്മിൽ ഫൈസ് ഈക്വൽ ടു 0, ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. ആൻഡ് അവർ രണ്ടുപേരുടെ ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും എല്ലാം സെയിം ആണ്. അങ്ങനെയുള്ള രണ്ട് ഹാർമോണിക് വേവ്സിന്റെ എന്താണ് ഇന്റർഫറൻസ് എങ്ങനെയാണ് എന്നുള്ളത്, ഇന്റർഫറൻസ് ഓഫ് ടു ഹാർമോണിക് വേവ്സ് ആണ് ഈ പടത്തിൽ മുഴുവൻ കാണിച്ചിരിക്കുന്നത്. ഒരെണ്ണം നീല കളറും മറ്റേ വേവ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഈ ബ്രേക്ക്ഡ് ആയിട്ടുള്ള ലൈനും വെച്ച് രണ്ട് വേവ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗറിൽ നോക്കി, ഫസ്റ്റ് എ എന്ന് പറഞ്ഞ ഫിഗറിൽ ഫസ്റ്റ് ഫിഗറിൽ ഈ രണ്ട് വേവും ഇൻ ഫേസ് ആണ്. അത് എങ്ങനെയാ മനസ്സിലാക്കുക? ഫൈ 0 ആണ്. ഫൈ 0 മീൻസ് ദ വേവ്സ് ആർ ഇൻ ഫേസ്. ഒരേ ഫേസ് ലാഗൊന്നുമില്ല, ഒരേ ഫേസിലാണ്. അപ്പൊ അവർ ഇന്റർസെക്ഷൻ നോക്കിക്കേ, റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് നോക്കി, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അവർക്ക് 2a ഒക്കെ വന്നിട്ടുണ്ട്. C 2a എന്ന് പറഞ്ഞ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അവർക്ക് വന്നിട്ടുണ്ട്. അവർ ഇൻ ഫേസിൽ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ പോവാണ്. ഇനി അടുത്ത പടം നോക്കുക. ഈ ഫൈ എന്ന് പറയുന്നത് പൈ റാഡ് ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ ഔട്ട് ഓഫ് ഫേസ്, അവർക്കൊരു ഫേസ് ലാഗ് ഉണ്ട്. സോ ഒരാള് ഇങ്ങനെയാണ് ഒരു വേവെങ്കിൽ മറ്റേ ആള് ഇങ്ങനെയാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഇന്റർഫിയർ ചെയ്യുമ്പോൾ നെറ്റ് ഇവിടെ ഒരു വേവും നമ്മൾ കാണുന്നില്ല. വി ആർ ഹാവിങ് എ 0 ഡിസ്പ്ലേസ്മെന്റ് ഹിയർ. സോ ഇവിടെ നടത്തിയിരിക്കുന്നത് ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. ഇവിടെ നടന്ന ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് മേളില് നടന്നത് ഇതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. ഓക്കെ, അതാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ഫേസ് ഡിഫറൻസ്. അതാണ് നമുക്ക് ഈ പടത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് വേവ് depends on phase difference, that is phi a depend ചെയ്യും. Okay, depends on phase difference which is represented by phi. Okay, so that's it. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് നമുക്ക് നോക്കാം. നമുക്ക് we'll see in the next video. ഈ ഒരു റിഫ്ലക്ഷൻ ഓഫ് വേവ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.